സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ലൈഫ് സൈക്കിൾ. നമ്മൾ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് എല്ലാവർക്കും പറയാം. അപ്പോൾ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ്സിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആ പ്രോസസ്സിനെയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. SMLC അതിനെ ഷോർട്ടായിട്ട് നമുക്കറിയാം SMLC എന്ന്. അപ്പോൾ ചേഞ്ചസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതൊരു സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്. അതിനെയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ലൈഫ് സൈക്കിളിൽ 7 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ഈസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, സിസ്റ്റം ടെസ്റ്റിംഗ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആൻഡ് ഡെലിവറി ഫേസ്. ഈ 7 ഫേസസിലൂടെയാണ് ഒരു സോഫ്റ്റ്വെയറിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ലൈഫ് സൈക്കിളിൻ്റെ ഫിഗർ. ഈ സോഫ്റ്റ്വെയർ SMLC ഈ 4 ആട്രിബ്യൂട്ട്സിലൂടെയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഓരോ ഫേസും ഈ 4 ആട്രിബ്യൂട്ട്സിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ 4 ആട്രിബ്യൂട്ട്സ് ആണ് ഇൻപുട്ട്, പ്രോസസ്, കൺട്രോൾ ആൻഡ് ഔട്ട്പുട്ട്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു മെയിൻ്റനൻസ് മോഡിഫിക്കേഷൻ റിക്വസ്റ്റ്. മെയിൻ്റനൻസ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ എന്താണോ മോഡിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അത് വാലിഡ് മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യും. ദെൻ അത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്ത് ആക്സെപ്റ്റൻസ് ടെസ്റ്റും കഴിഞ്ഞ് അതിനെ ഡെലിവർ ചെയ്യും. ഇതാണ് SMLCയിൽ നടക്കുന്നത്. അപ്പോൾ ഓരോ ഫേസിലും ഈ 4 ആട്രിബ്യൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആണ് വരുന്നത്. അതായിരിക്കും പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന ഫസ്റ്റ് ഫേസിൻ്റെ ഇൻപുട്ട്. ആ മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് നടക്കും. എന്താണ് പ്രോസസ്സിംഗ് നടക്കുന്നത്? ഈ മോഡിഫിക്കേഷൻ റിക്വസ്റ്റിന് അതിൻ്റെ കറക്റ്റ് കാറ്റഗറിയിൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് കാറ്റഗറിയിൽ കൊടുക്കും. എന്നിട്ട് ആ മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് അതിനൊരു പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൺട്രോൾ പ്രോസസ്സിൽ എന്താ നടക്കുന്നത് വെച്ചാൽ അത് ഈ പ്രോസസ്സിലാണ് ഇങ്ങനെ മോഡിഫിക്കേഷൻ റിക്വസ്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം അതിന് പ്രയോറിറ്റി കൊടുക്കണേ. ഇനി കൺട്രോൾ ഫേസിൽ കൺട്രോൾ ആട്രിബ്യൂട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ റിക്വസ്റ്റിനെ റെപ്പോസിറ്ററിയിൽ കൊടുക്കും. അത് ഓൾറെഡി ആക്സെപ്റ്റ് ആണെങ്കിൽ ഓക്കെ, ഈ റിക്വസ്റ്റിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കൺട്രോൾ നടത്തും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വാലിഡേറ്റഡ് മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആണ്. അതായത് ഇതിന് ഓക്കെ ഇത് ചെയ്യാം എന്നുള്ള ഒരു മോഡിഫിക്കേഷൻ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഈ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് ഫേസിൻ്റെ, അതായത് പ്രോബ്ലം അനാലിസിസിൻ്റെ ഇൻപുട്ട്. അപ്പോൾ വാലിഡേറ്റഡ് മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആയിരിക്കും പ്രോബ്ലം അനാലിസിസിൻ്റെ ഇൻപുട്ട്. അപ്പം ആ ഇൻപുട്ട് കിട്ടുമ്പോൾ പ്രോസസ്സിങ്ങിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും, ഡീറ്റെയിൽഡ് അനാലിസിസും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കൺട്രോൾ ആട്രിബ്യൂട്ട് എന്ത് ചെയ്യും? അതിന് ടെക്നിക്കൽ റിവ്യൂസ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ഈ ഡോക്യുമെൻറ്റേഷൻ അത് അപ്ഡേറ്റഡ് ആണോ അല്ലേ എന്നുള്ളതും അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫീസിബിലിറ്റി റിപ്പോർട്ടായിരിക്കും. ഡീറ്റെയിൽഡ് അനാലിസിസ് റിപ്പോർട്ടും ഫീസിബിലിറ്റി റിപ്പോർട്ടും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും അനാലിസിസ് ഫേസിൻ്റെ ഔട്ട്പുട്ട്. അതായത് കിട്ടിയ മോഡിഫിക്കേഷൻ റിക്വസ്റ്റിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിവ്യൂസൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ആ എന്തെങ്കിലും എക്സ്ട്രാ മോഡിഫിക്കേഷൻസും കൂടെ കൊടുക്കണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടും ഡീറ്റെയിൽ അനാലിസിസ് റിപ്പോർട്ടൊക്കെ ആയിരിക്കും അനാലിസിസ് ഫേസിൻ്റെ ഔട്ട്പുട്ട്. എന്നിട്ട് അതായിരിക്കും ആ ഔട്ട്പുട്ടായിരിക്കും ഇനി ഡിസൈൻ ഫേസിൻ്റെ ഇൻപുട്ട്, അനാലിസിസ് ഫേസിൻ്റെ ഔട്ട്പുട്ട്. ആ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡിസൈൻ ഫേസിലെ പ്രോസസ്സ് എന്താ ചെയ്യുക? ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യും. ദെൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ റിവൈസ് ചെയ്യും. ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് റിവൈസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൺട്രോളിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഇൻസ്പെക്ഷൻസും റിവ്യൂസൊക്കെ നടത്തും. ദെൻ ഡിസൈൻസൊക്കെ വെരിഫൈ ചെയ്യും. എന്നിട്ട് ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ടായിരിക്കും റിഫൈൻഡ് മോഡിഫിക്കേഷൻ ലിസ്റ്റും ഡീറ്റെയിൽഡ് അനാലിസിസും മോഡിഫൈഡ് ടെസ്റ്റ് പ്ലാനൊക്കെ ആയിരിക്കും ഈ ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഈ ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഇനി നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ആ സോഴ്സ് കോഡും പ്രൊജക്റ്റ് ഡോക്യുമെൻറ്റേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഈ ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ടും കൂടിയുള്ളതായിരിക്കും ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് വരാം. എന്നിട്ട് അതിൻ്റെ പ്രോസസ്സിൽ സോഫ്റ്റ്വെയർ കോഡും യൂണിറ്റ് ടെസ്റ്റിങ്ങും ടെസ്റ്റ് പ്രിപ്പറേഷൻ റിവ്യൂ ഒക്കെ നടത്തും. എന്നിട്ട്
അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്പെക്ഷനും റിവ്യൂ ആയിരിക്കും കൺട്രോളിൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയറും അപ്ഡേറ്റഡ് ഡിസൈൻ ഡോക്യുമെൻ്റ് ഉണ്ടാവും, അപ്ഡേറ്റഡ് ടെസ്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടാവും. മൊത്തം എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണോ ചെയ്തത് അതിൻ്റെ ടെസ്റ്റ് ഡോക്യുമെൻറ്റ്സും ഡിസൈൻ ഡോക്യുമെൻറ്റ്സും യൂസർ ഡോക്യുമെൻറ്റ്സും പിന്നെ ടെസ്റ്റ് എങ്ങനെ നടത്താമെന്നുള്ള പ്രിപ്പറേഷൻ റിവ്യൂ റിപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഇനി ഇതെല്ലാം സിസ്റ്റം ടെസ്റ്റിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. സിസ്റ്റം ടെസ്റ്റിൽ എന്താണ്, ഈ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ ടെസ്റ്റും ഇൻ്റർഫേസ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തും. എന്നിട്ട് സോഫ്റ്റ്വെയർ കോഡ് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ റിപ്പോർട്ടായിരിക്കും സിസ്റ്റം ടെസ്റ്റിൻ്റെ ഔട്ട്പുട്ട്. ഇനി ആക്സെപ്റ്റൻസ് ടെസ്റ്റിൽ ആ ഔട്ട്പുട്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരും. എന്നിട്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് പ്ലാനും ടെസ്റ്റ് കേസസും കൂടി ഉണ്ടാവും. എന്നിട്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തും, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ആക്സെപ്റ്റൻസ് ടെസ്റ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടത്തുന്നതാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് റിപ്പോർട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഡെലിവറി ഫേസിലേക്ക് അത് ഇൻപുട്ടായിട്ട് വരുന്നത് ഈ ആക്സെപ്റ്റഡ് സിസ്റ്റം ആയിരിക്കും ഡെലിവറി ഫേസിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ട്രെയിനിങ് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ വേർഷൻ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഈ വേർഷൻ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻ്റാണ് ഈ ഡെലിവറി ഫേസിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മറി ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ 4 പ്രോസസ്സിലൂടെയാണ് 4 ആട്രിബ്യൂട്ടിലൂടെയാണ് ഈ SMLC നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻപുട്ടായിട്ട് വരുന്നത് ഒരു മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ആണ്. ആ മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെലിവർ ചെയ്ത് അതിന് മീൻസ് അത് മോഡിഫൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും ഡെലിവറി കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഫേസിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ അത് വേണോ വേണ്ടയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിലാണ് പിന്നെ മുമ്പോട്ട് പോവുക. പിന്നെ അതിനെ അനലൈസ് ചെയ്യും, അതിനെ ഡിസൈൻ ചെയ്യും, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്യും. സിസ്റ്റം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് വീണ്ടും ടെസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് ഡെലിവറി ഫേസിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡൽ. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നടത്തുന്നത് വെച്ചാൽ നമുക്ക് ഇത്രയും സ്റ്റഡീസിൽ പറയാം. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സോഫ്റ്റ്വെയർ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് കറക്റ്റ് നോളജ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിങ്ങനെ സംഭവിക്കാൻ സാധനം വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ടീമിന് എന്താണ് കറക്റ്റ് ഡിസൈൻ ഡോക്യുമെൻറ്റേഷനോ റിക്വയർമെൻറ്റ്സോ ഒന്നും അറിയില്ല. ഇതാണ് സിസ്റ്റം എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഒരു നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് നോളജൊന്നും മെയിൻ്റനൻസ് ടീമിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനെ ഫിക്സ് ചെയ്യാൻ 3 മോഡലുണ്ട് മെയിൻ്റനൻസ് മോഡൽ. അത് ക്വിക്ക് ഫിക്സ് മോഡൽ, ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ ആൻഡ് റീയൂസ് ഓറിയൻറ്റഡ് മോഡൽ. അതിൽ ക്വിക്ക് ഫിക്സ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതറിയാം. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മോഡലാണ് ക്വിക്ക് ഫിക്സ് മോഡൽ. ഇതെന്ന് വെച്ചാൽ പ്രോബ്ലം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും, അത്രയും പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വർക്ക് ചെയ്യുകയും ചെയ്യും, ലോ കോസ്റ്റുമാണ്. സോഫ്റ്റ്വെയർ കോഡിൽ അധികം പ്രശ്നമൊന്നുമില്ലാണ്ട് പെട്ടെന്ന് എറർ കാണുമ്പോൾ അപ്പോൾ തന്നെ അതിനെ ഫിക്സ് ചെയ്യാം. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ടൈം കൺസ്യൂമിങ്ങും അല്ല, ലോ കോസ്റ്റാണ്. പിന്നെ സിംഗിൾ യൂസേഴ്സുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം ആണെങ്കിലാണ് ഇത് കൂടുതൽ ബെനിഫിഷ്യൽ ആവുക. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ വലിയ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കൂടുതൽ എറേഴ്സ് ഉള്ളതോ അതിലൊന്നും ഇത് കൂടുതൽ ടൈം ഈ മോഡൽ സ്യൂട്ടബിൾ അല്ല. ഇനി അടുത്തത് ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ. ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്രേറ്റീവ് ആണ് അത്. അതായത് ഇതിൽ 3 സ്റ്റേജ് ഉണ്ടാവും. അനാലിസിസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റിക്വസ്റ്റഡ് മോഡിഫിക്കേഷൻ, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ. ഇത് ഒരു മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ആദ്യം അനലൈസ് ചെയ്യും. എന്നിട്ട് ഈ മോഡിഫിക്കേഷൻ റിക്വസ്റ്റിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അനാലിസിസ് സ്റ്റേജിൽ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യും, ഒന്ന് അനലൈസ് ചെയ്യും. എന്താണുള്ളതെന്നുള്ളതൊന്ന് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റേജിൽ ഈ മോഡിഫിക്കേഷൻ റിക്വസ്റ്റില്ലേ അതിൻ്റെ കോംപ്ലക്സിറ്റി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ദെൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. എന്താണോ മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇനി റീയൂസ് ഓറിയൻറ്റഡ്
മോഡൽ. റീയൂസ് ഓറിയൻറ്റഡ് മോഡലിൽ റീയൂസ് ചെയ്യുക വെച്ചാൽ ഇതിലെ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഓൾഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഓൾഡ് സിസ്റ്റത്തിലെ കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. റീയൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ നന്നായിട്ടും മനസ്സിലാക്കും. എന്നിട്ട് ആ ഓൾഡ് സിസ്റ്റം കമ്പോണൻറ്റിലൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ന്യൂ സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പ്രാപ്തിയാക്കും. മീൻസ് അതിന് ഓൾഡ് സിസ്റ്റത്തിലെ കമ്പോണൻറ്റിനെ മോഡിഫൈ ചെയ്ത് ന്യൂ സിസ്റ്റത്തിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിലാക്കും. ഇനി അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യാം, ഈ മോഡിഫൈഡ് കമ്പോണൻസിനെ പുതിയ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് 3 സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡൽസ്.